ജോജി, എടാ ജോജി, എണീക്കടാ. ആ കരിമ്പൂത്ത് നിനത്തേന് നടക്കുന്നു. അയാൾക്ക് വേറെ പണിയില്ല. പാവം പൊടിയൻ കല്ലുപ്പിന്റെ മോളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. ചെമ്പൂതം, കണ്ണിച്ചോര ഇല്ലാത്തവൻ. ഒരു കരിമ്പൂതവും ഒരു ചെമ്പൂതവും കുറെ നാളായി സഹിക്കുന്നു. ഇന്നൊരു പണി കൊടുക്കണം. സൂക്ഷിക്കണം, അറിയാലോ അനുഭവം. നീ പേടിക്കണ്ട. ജോജി, നിനക്ക് മാത്രം നേരം വെളുത്തില്ല അല്ലേ? എഴുന്നേക്കണം. ഇന്നലെ രാത്രി വൈകിയാ കിടന്നത്. എനിക്കൊട്ടും വയ്യ. വയ്യെങ്കിൽ എഴുന്നേറ്റ് ബുദ്ധിമുട്ടണ്ട. ഞാൻ പോയി താരാട്ട് പാടി ഉറക്കാൻ ആളെ ഏർപ്പാടാക്കാം. കണ്ടോ, താലപ്പൊലി എഴുന്നള്ളത്തോ കൊണ്ടല്ല നീ എഴുന്നേക്കൊല്ലടാ. അവന്റെ ഒരു ഒടുക്കത്തെ ഉറക്കങ്ങളെ പട്ടിയവന്റെ എല്ലൊടിക്കണം. അയ്യോ, തുണി വെക്കണോ? എന്റെ അല്ല, അവന്റെ തുണി വെക്കണോ? എവിടെവൻ? ആ കുർശം കിട്ടവനെ മുട്ടേനെ എവിടെ നോക്കിയാണോ ഓടുന്നത്? അവൻ എന്റെ കൈ കിട്ടിയ എവിടെ? ഈ ഏരിയയിൽ എവിടെ ഉണ്ടെങ്കിലും അവനെ പൊക്കണം. അത് ഞാൻ ഏറ്റു. കൂടി വന്നാ 10-25 കിലോയിലെ കാണോ. നമുക്ക് പൊക്കാം. മണ്ട, ആ പൊക്കലല്ല. പിന്നെ അവനെ എവിടെ വെച്ച് കാണുന്നു അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറയും. ഞാൻ എപ്പോ ഓക്കെ എന്ന് പറയുന്നു അപ്പൊ അടിച്ചോണം. ഓക്കെ? ഇതെവിടെ ഈ വെള്ളം? ഈ കിണറ്റിനായിരിക്കും. ചിലപ്പോ കിണറ്റിലെ തിരളക്കുമായിരിക്കും. കിണർ ഇടിഞ്ഞ് താഴുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. മനക്കുട്ടിയാൻ വെച്ചിട്ടുണ്ടോ? അണപ്പല്ല. ഇതെവിടെ ചുവന്ന വെള്ളം? ആ, പത്രത്തിൽ വായിച്ചില്ലേ ചുവപ്പുഴയിൽ നിന്ന്? അതായിരിക്കും. എരിയോ? ഭയങ്കര ആസിഡ് മഴ പെയ്ത് പറഞ്ഞില്ലേ? അതുപോലെ മുളക് മഴ പെയ്തായിരിക്കും. എന്റെ അമ്മയെ കണ്ണു തീർന്നേ. അവനെ എവിടെ കണ്ടാലും ഊരടാ
ഈ നാണയം ഊരടാ. പത്രം വായിക്കാൻ കണ്ടൊരു സമയം ഊരടോ. ഷർട്ടല്ല ഇത് ഊരടോ. വലിക്ക് 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 വലിക്കടോ. നിന്നോട് പറഞ്ഞു എങ്ങോട്ട് പോയി? വാ, അവിടെ നോക്കാം. ചേട്ടാ, ഒരു കുട്ടി. ഇവിടത്തെ കുട്ടി ഞാനാ, ശിവൻകുട്ടി. അല്ല, ചെറിയൊരു കുട്ടി. അതെന്റെ മകനാ, രാമൻകുട്ടി. ഇത് രണ്ടുമല്ലാതെ വേറൊരു കുട്ടി. ഇനി ഒരു കുട്ടി വേണ്ടേ വേണ്ടെന്നാണ് എന്റെ ഭാര്യയുടെ തീരുമാനം. ഓ, എന്റെ ചേട്ടാ, ഒരു കുട്ടി കൊണ്ട് ഓടി. ഒന്ന് മെനക്കെടുത്താൽ പോടോ. അവിടെ പോയി. ഡാടാ, സൂക്ഷിച്ച് പോടാ. ചാക്കിൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും? പിന്നാക്കാന്ന് പറഞ്ഞാ മതി. പിന്നാക്കോ? എടാ, നിന്റെ തലയിലെ കാര്യമല്ല, ചാക്കിലെ കാര്യമാ പറഞ്ഞത്. ആ, സ്ഥലം എത്തി. മിണ്ടാതെ. അയ്യടേ, നിന്നെയൊക്കെ കക്കാൻ പഠിപ്പിച്ച എന്നെ വേണം ഇവിടെ അടിക്കാൻ. 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാവണ്ണം ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ
പാസ്റ്റപ്പി വേഗം ആവട്ടെ. ഇത് പഴമല്ല കൂട്ടാണ്. ഒറ്റ ചവിട്ടടിച്ചെന്നോണ്ടല്ല പട്ടി ചവമേ. എന്താ കൊച്ചുവായിൽ വലിയ വർത്താനം പറയാൻ ഇടിച്ച് നെഞ്ചാമുടി കളക്കി കളയും. കുളിഞ്ഞിരുന്ന് അറക്കടാ. രാവടാ രാവ്. ആരടകത്ത് ഹാൻഡ്സ് അപ്പ്. അയ്യോ ദേ തോക്ക്. ഞാൻ പോലീസല്ല കള്ളൻ വലിക്കല്ലേ പൊട്ടും. നീ ആരടാ? നിങ്ങളാരാ? ഞാൻ കള്ളൻ അല്ല, പോലീസ്. അതൊന്ന് തരുക. ഇത് കളിത്തോക്ക. ഇതാരോടും പറയണ്ടേ? അയ്യോ ഇതേത് പുതിയ തൊണ്ടി? തൊണ്ടിയല്ലടി, മഹാതെണ്ടിയാ. അത് ശരി, അപ്പൊ മോഷണമാണ് നിങ്ങളുടെ പണി. ഇത് ഞാൻ പോലീസിനോട് പറയൂ. വേണ്ട. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോടറി. ആരായി നിൽക്കുന്നത്? അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകിക ചെറ്റിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി നിൽക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ. എന്റെ മുമ്പിൽ വെച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ അയ്യടാ, ഒരു മാന്യത ചെറിയ കോസ്റ്റ്ലിയാ. ദേ, എന്റെ സ്വഭാവം നിങ്ങൾ ബഹളം ഉണ്ടാക്കി ഞാൻ പോലീസിനെ വിളിക്കും. മനസ്സമാധാനോട്ടൊന്ന് കക്കാന്ന് വിചാരിച്ച് അവിടെ പറിച്ചാൽ കുരിച്ചുകള്. അല്ല മക്കൾ അങ്ങനെ ഇതിനകത്ത് കയറി? അല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറിയ? ഞങ്ങൾ താഴെ ഇറക്കി കയറി. ഞാനേ താഴെ ഇറക്കാതാ കയറിയേ. ഇതാരിത്? ഇവൻ നമ്മളെക്കാൾ വലിയ കള്ളനാ. ഇവൻ നമുക്ക് നോക്കാം. ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും മനുഷ്യ? വാ, അപ്പോഴത്തേക്ക് ഞാൻ കട ഇതൊക്കെ തുറക്കുന്ന ആളെ അടിച്ച് മുന്നിൽ മാറ്റട്ടെ. പോ, വാ. പിള്ളേരെ ആ ചാക്കും കൊണ്ടിങ്ങ് വരി. എടാ, ഇതെന്ത് പറ്റിയടാ നിനക്ക്? അതൊരു ആക്സിഡന്റാ. ഏതാ കോസ്റ്റ്ലി മാത്രം മതി. ആ, നോക്കുന്നുണ്ട്. നിങ്ങളും ചുമ്മാ അപ്പൊ ഇതെന്ത് ചെയ്യും? എടുത്തോ. നാ. ഇങ്ങോട്ടാ. വാ. വാടാ.